നമസ്കാരം. കിനാവിന്റെ പടികടന്ന് പിന്നെയും പിന്നെയും എത്തുന്ന ഓർമ്മകളായി ഓർമ്മയിൽ നിന്നും ഗിരീഷ് പുത്തഞ്ചേരി തുടരുന്നു. പാട്ടിന് സിനിമ കഴിഞ്ഞിട്ടൊരായുസുണ്ട്. അതെ, സിനിമയ്ക്ക് പുറത്ത് തന്നെത്താൻ ഒരു ജീവിതം പാട്ടുകൾക്കുണ്ട്. സിനിമയിലെ ബാക്കി എല്ലാം ഒരിടത്ത് നിന്നാലും പാട്ട് പിന്നെയും കുറേ കാലം ഒരു ഹിറ്റ് പാട്ട് ഇങ്ങനെ സ്വന്തമായൊരു ജീവിതവും വേറൊരു പ്രദേശത്തേക്ക് ആ സിനിമ കഴിഞ്ഞ് പോകേണ്ട ഒരു ഉത്തരവാദിത്വം പാട്ടിനുള്ളത് കൊണ്ട് അതിനൊരു വലിയ പ്രസക്തിയുണ്ട്. സിനിമയ്ക്കുള്ളിൽ അത് എവിടെ വരുന്നു, തീർച്ചയായിട്ടും കഥേനെ എങ്ങനെ പിന്തുണയ്ക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഗിരീഷ് തന്നെ ഈ രാഷ്ട്രങ്ങൾ പൂത്താലി ചാർത്തി എന്നുള്ളതിൽ ഒരു വരിയുണ്ട്. പാടിരുൾ വീഴ്മി നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായിരുന്നു. ഈ രണ്ട് വരി എന്ന് പറയുന്നത് ആ സിനിമയുടെ മൊത്തം കഥയും കഥാപാത്രത്തിൻ്റെയും കഥയാണ്. അപ്പം ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ എഴുതുന്നത് കൊണ്ട് തന്നെയാണ് ആ പാട്ടുകൾ പിന്നീട് നിൽക്കുന്നത്. സുജാത ചേച്ചിയുടെ മറന്നിട്ടും എന്തിനോ എന്ന് പറയുന്നതിന്റെ അനുപല്ലവിയിലൊക്കെ എന്താ അതാണ് പറഞ്ഞത്, അറിയാതെ ഞാൻ എന്തിനെന്നറിയാതെ ഞാൻ എന്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നു. ഇതില് പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്നു മിഴി വാർക്കവേ ഒരു നേർത്ത തെന്നൽ അലിവോടെ വന്ന് നെറുകിൽ തലോടി. പറഞ്ഞാ പോരാ, അത് പാടണം, അത് പാടണം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നൻ അരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. എന്തൊരു മനോഹര വരി. അത് സംഗീതം മുന്നിൽ നിൽക്കുന്നോ ലിറിക്സ് മുന്നിൽ നിൽക്കുന്നോ എന്നിങ്ങനെ അല്ല, കോമ്പറ്റീഷൻ ആണ്. വിദ്യാജിയും ഗിരീഷേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു മലയാള സിനിമാ സംഗീതത്തിൽ തന്നെ ഒരു സംഗീത സംവിധായകനും ഗാനരചയിതാവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആണ്. അതെ, ഗിരീഷേട്ടന് ഓരോ സംഗീത സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ രീതിയിലാണ്, അങ്ങനെയും കൂടെ ഉണ്ട്. ഇപ്പം എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ ഇപ്പം നമ്മൾ സൂര്യകിരീടം വീണുടഞ്ഞു, അല്ലെങ്കിൽ നിലാവിൻ്റെ നീലഭസ്മ. ഇപ്പം രഘു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഈ ആദ്യം പറഞ്ഞ ഒരു മഴമേഘം പോലെ, അല്ലെങ്കിൽ മിഴികളിൽ എൻ മിഴികളിൽ എന്നുള്ള ആ ഗാനം, അല്ലെങ്കിൽ കൈക്കുടന്ന നിറയെ മധുരം തരും. ഇതിനൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുണ്ട്. ആ സംഗീത സംവിധായകൻ്റെ സംഗീതവും അത് ആ സിനിമയുമായിട്ടുള്ള ബന്ധവും ഇതെല്ലാം കൂടെ ചേർന്ന് ഗിരീഷേട്ടൻ പുതുതായിട്ട് അവിടെ പൂത്തിലെയാണെന്ന് തോന്നുന്നു. കാരണം അല്ല, അതിൻ്റെ ഒരു ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാലേ, ലക്ഷ്മികാന്ത് പാരേലാല് വന്നിട്ട് പൂനിലാമഴ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നതിനകത്ത് ആട്ടുതൊട്ടിലൊക്കെ പുത്തഞ്ചേരി സാറാണ്. ബപ്പി ലഹരി വന്നിട്ട് ഒരു ആതിരെ നീയല്ലാതാരുണ്ടെന്നെ ചന്ദനം ചാർത്തുക എന്നൊക്കെ പറയുന്ന ഒരു പാട്ടുള്ളത് പുത്തഞ്ചേരി സാറാണ്. AR റഹ്മാൻ ദിൽസയുടെ ഇടയിൽ ഒരു 4 വരി പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ മുത്തിരി മുന്തൽ ചിത്തിക്കോ ഈ സാധനം എഴുതാൻ വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ അന്യഭാഷ മ്യൂസിക് ഡയറക്ടർമാർക്ക് ഇവിടുത്തെ ലിറിസിസ്റ്റിന്റെ പിന്തുണ അല്ലെങ്കിൽ വലിയ പാടാ. നമ്മുടെ ഒരു കൺവെൻഷനായ സ്വഭാവത്തിലായിരിക്കില്ലോ. രാജാ സാറുമായിട്ടുള്ള ഗിരീഷേട്ടൻ്റെ പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള ഒരു ഭാഷയും അതിന്റെ പ്രയോഗവും എല്ലാം വളരെ വ്യത്യസ്തമാണ്. ആറ്റിറമ്പിലെ കുമ്പിലെ ചെമ്പുവേ പൂവേ ഇതെല്ലാം വർക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചില പാട്ടുകളൊക്കെ പാടി, കണ്ടടാ ഇങ്ങനെയാണ് പാട്ടുണ്ടാക്കുന്നത്, അങ്ങനെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചേട്ടാ. അപ്പൊ അങ്ങനെയാണ് ഒരു പാട്ട് വിദ്യാജി ചെയ്ത് ഒരു ഉഗ്രം പാട്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞ ഗിരീഷേട്ടാ ഒന്ന് പാടിക്കുന്നു. കേട്ടോ. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. ഞാൻ പറഞ്ഞു കൊള്ളാലേ, ലിറിക്സും നല്ല മ്യൂസിക്കും. പക്ഷെ ആ പ്രോജക്റ്റ് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഗിരീഷേട്ടനോട് പറഞ്ഞു, ഗിരീഷേട്ടാ എനിക്ക് തരുമോ ഈ ലിറിക്സ്? അപ്പോൾ പറഞ്ഞു തരാം, പക്ഷെ നീ നല്ല ട്യൂൺ ഉണ്ടാക്കണം. ഒരൊറ്റ അവസരം നിനക്ക് തരും, ഒന്നേ ഉള്ളൂ, ഒരൊറ്റ അവസരം. നീ ഇപ്പൊ ഉണ്ടാക്കുകയാണെങ്കിൽ തരാം. അപ്പൊ വിജിത ചേട്ടനുണ്ട്, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ എന്ന് പാടിയപ്പോ ഒന്നും ഒരു റിയാക്ഷൻ ഇല്ല. അപ്പൊ ഞാൻ എന്നാ നീ പാട്ടെത്തോ. നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പടത്തിലെ ഗീതു മോഹൻദാസൊക്കെ അഭിനയിച്ചൊരു പാട്ടാണ് ജൂണിലെ നിലാമഴയില്. ഇത് പട്ടാളം എന്ന് പറയുന്ന സിനിമയിലാണ് അതായിട്ട് മാറി പുലർമഴയിൽ വന്നത്. രണ്ടും സുജാ ചേച്ചിയാണോ പാടിയത്? എനിക്ക് സംശയം ഉണ്ടല്ലോ. ദാസാറും സുജാ ചേച്ചിയും 2 പാട്ടുണ്ട്. അത് അതിനിടയിലും കാര്യം, ഇത് 2 പടത്തിൽ 2 ട്യൂൺ 2 വരിയായിട്ട് പോയെങ്കിലും പാട്ട് നിങ്ങളുടെ 2 പേരും തന്നെയാണ് പാടിയേക്കുന്നത്. അത് നമുക്കത് ജൂണിലെ നിലാമഴ ഒരു 4 വരി കേട്ടാൽ ഇതിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക്
തീർച്ചയായിട്ടും എനിക്ക് ഇയാളുടെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ജൂണിലെ നിലാമഴ. അതില് ആക്ച്വലി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു ഗിരീഷിനെ അധികം നമ്മൾ സ്റ്റുഡിയോയിൽ കാണാറില്ല. ഇവരൊക്കെ പറഞ്ഞ് ഓരോ കമ്പോസിങ്ങിന്റെ സമയത്തെ കഥകളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ നമുക്ക് അറിയുള്ളൂ. വല്ലപ്പോഴും ഫ്ലൈറ്റിൽ പോകുമ്പോൾ വല്ല ഫംഗ്ഷന് പോകുമ്പോഴേ അങ്ങനെ കാണുള്ളൂ. അതിൽ തന്നെ വേറൊരു പാട്ടുണ്ട് നമ്മൾ തമ്മിൽ, പ്രിയനെ ഉറങ്ങിയില്ലേ, പ്രിയനെ ഉറങ്ങിയില്ലേ, വെറുതെ പിണങ്ങിയില്ലേ, പുലരെ കരഞ്ഞുവല്ലേ, ഹൃദയം മുറിഞ്ഞു അല്ലേ. അത് സിനിമയിൽ പിക്ചറൈസ് ചെയ്തില്ലാന്ന് തോന്നുന്നു ആ പാട്ട്. പക്ഷെ ഒരു അവാർഡ് നൈറ്റിന് പോയപ്പോൾ എൻ്റെ അടുത്ത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വന്നു, ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് അത് റെക്കോർഡിങ് കഴിഞ്ഞിരിക്കുന്ന സമയം, എനിക്കൊന്ന് ജയൻ അയച്ചു കൊടുത്ത സമയമാണ് പുള്ളിക്ക് കേൾക്കാൻ വേണ്ടി. സുജു, ഞാൻ നീ ഭയങ്കരമായിട്ട് പാടിയിട്ടുണ്ട് പ്രിയനെ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. സാധാരണ ഒരു പാട്ടിന് ഞാൻ അങ്ങനെ ഒരു കോംപ്ലിമെന്റ്, അതെ. അപ്പോൾ ആ പാട്ട് എനിക്ക് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അതിനൊരു സ്പെഷ്യൽ ഇമോഷനാണ് ആ പാട്ടിന്. നല്ല പാട്ടായിട്ടാ ചെയ്യണം ആ പാട്ട്, ഭയങ്കര രസമാണ് ആ പാട്ട്. ചില നല്ല പാട്ടുകൾ അങ്ങനെ സിനിമയാവാതെയും സിനിമയിലില്ലാതെയും ഉണ്ട്. അതെ, അതിലത്തെ ജൂണിലെ ആൾക്കാർക്ക് അറിയാവുന്ന, കൂടുതൽ അറിയാവുന്ന പാട്ട് അതാണ്. പാടാം. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കേ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കേ, ഒരു ലോലമാം നറുതുള്ളിയായി, ഒരു ലോലമാം നറുതുള്ളിയായി നിന്റെ നെറുകിലൊരുകുന്നതെൻ ഹൃദയം, ജൂണിലെ നിലാമഴയിൽ, മഴയിൽ മഴയിൽ മഴയിൽ. മിസ് ചെയ്യണു ഗിരീഷിനെ. അല്ലാതെ ഇതില് ഈ ഫീമെയിൽ പോർഷനാണ് നനഞ്ഞു നിൽക്കേ, മെയില് നനഞ്ഞവളെ എന്നുള്ള വിളിയാണ്. അത് ഒരു പ്ലാന്റ് പരിപാടികളായിട്ട് തന്നെ ഫിക്സ് ചെയ്യുന്നത്. ഗിരീഷേട്ടൻ ഒരു സെക്കൻഡാണ് ഫീമെയിൽ നനഞ്ഞു നിൽക്കുന്ന എഴുത്. എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത് ഈ മറന്നുപോ പൂമകളെ എന്നുള്ളത്. അപ്പൊ അത് ലോയി സാർ പറഞ്ഞു, ഓൾറെഡി ജയന്റെ ഒരു പാട്ടുണ്ട്, അതാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, അത് ഏത് സാർ? അത് കണ്ണുനട്ട് കാത്തിരുന്നിട്ടെന്നുള്ള പാട്ട് തന്നെ എനിക്ക് വേണം. അപ്പം ഞാൻ പറഞ്ഞു, അത് ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലേ. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, അത് വേണം എന്ന് പറയാം. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പാടി, കണ്ണ് നട്ട് കാത്തിരുന്നു എൻ്റെ കരളിൻ്റെ കിളിമകളെ, ഇങ്ങനെ പാടി. അപ്പോൾ ഗിരീഷേട്ടൻ വന്നപ്പോഴത്തേക്കും ട്യൂൺ ചെയ്തടാ. അപ്പം ഞാനിത് പാടി. അപ്പോൾ പറഞ്ഞു, എടാ നീ ഗിരീഷ് കുട്ടഞ്ചേരി, പിന്നെ നീ എൻ്റെ പാട്ട് എന്തിനു മോഷ്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടൻ എന്തെങ്കിലും എഴുതും. അപ്പം ഇങ്ങനെ ആലോചിച്ചു, ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഗിരീഷേട്ടൻ പലപ്പോഴും പാട്ട് എഴുതുന്നത്. മറന്നുവോ പൂമകളെ എന്ന് പാട്. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അകലേക്ക് ഒഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു. പാട്. ഇങ്ങനെയാണ് ആരോ പറഞ്ഞു കൊടുത്ത പോലെ. അപ്പൊ അത് മനസ്സിൽ തടഞ്ഞു വച്ചു, അതുവരെ എത്തി. ചുമ്മാ വെറുതെ ചേർത്തോടാ, അങ്ങനെയാണ് വെറുതെ മറന്നുപോ പൂമകളെ. അപ്പൊ അതൊക്കെ വെറുതെ എന്ന് പറയുന്ന വാക്ക് പോലും വെറുതെ അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു മാത്ര വെറുതെ നനച്ചു പോയെന്ന് ONV സാർ എഴുതിയത് പോലെ. അപ്പോൾ ഗിരീഷേട്ടൻ ഇങ്ങനെയുള്ള എന്താണ് ഒരു, ഞാൻ പറഞ്ഞ പോലെ ആരോ പറഞ്ഞു, ഇവിടെ നിന്നോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്ന അവിടെ നിന്ന് കിട്ടുന്ന എന്തോ ഒരു വരദാനമായിട്ടാണ് ഈ പാട്ടുകളൊക്കെ വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത്. അത് എഴുതാൻ പറ്റുകയും നമുക്ക് ഒരുപാട് ആലോചനയില്ലാതെ അത് ഫിക്സ് ചെയ്യാൻ പറ്റുകയും, അല്ലെങ്കിൽ രണ്ടാമത് ആലോചിക്കുമ്പം വേണ്ട ആദ്യത്തെ തന്നെ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. അത് സംഗീതമായിട്ടുള്ള ബന്ധം പാട്ടുകാരനും കൂടി ആയതുകൊണ്ട് അല്ലേ സാർ? അതിൻ്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞു വന്നപ്പോഴേ ഗിരീഷ് എന്നോട് തന്നെ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ചില പാട്ടുകളുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാട്ട് ഞാൻ എഴുതാം എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഗിരീഷ് കണ്ണടച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കും, ദൈവമല്ല, എൻ്റെ മനസ്സിൽ കുറേ ദൈവങ്ങളുണ്ട്. അതൊന്ന് വയലാറ്, ഭാസ്കര മാഷ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഞാൻ വയലാറിനെ ഓർക്കും.
ഞാൻ എൻ്റെ മനസ്സിൽ വയലാറാണ്. വയലാറിൻ്റെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചിട്ടാണ് ഞാൻ എഴുതാതിരിക്കുന്നത്. അപ്പോൾ വയലാർ എന്താണ് എഴുതിയിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ളത് അത് വരും എന്നാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ തന്നെ ചില സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള പ്രണയത്തിൻ്റെ ചില ഇതുകൾ. അപ്പോൾ ഞാൻ ഭാസ്കര മാഷ് ഓർക്കും. അതല്ല വേറൊരിതാണ്, ഞാൻ ONV സാറിന് ഓർക്കും. അപ്പോൾ പുള്ളിയുടെ ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊരു വല്ലാത്ത കാര്യമാണ്. പുള്ളി, എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ആ ഒരു അനുഗ്രഹം. എനിക്ക് ഇത് പറയുമ്പോൾ വളരെ ഇമോഷണലായിട്ടുള്ളൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇടക്കാലത്ത് ഗിരീഷിന് അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. വയലാർ 48ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. 50 തികഞ്ഞില്ല. ഞാനും 50 തികയ്ക്കില്ല എന്ന് എന്നോട് ഗിരീഷ് പലപ്പോഴും പറഞ്ഞു. ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് വിളിക്കുകയാണ്. കാരണം നമുക്കൊരു ഇപ്പം സുജാത ചേച്ചിയോടൊപ്പം അതിമനോഹരമായ ഡ്യുവറ്റ് പാടിയിട്ടുള്ള ഒരാളാണ്. പുത്തഞ്ചേരി സാറിൻ്റെ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ്. മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗായകനാണ്. ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണി ഗായകൻ ദേവാനന്ദ്. ദേവാനന്ദ്, ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ പുത്തഞ്ചേരി സാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മികച്ച കുറച്ചധികം പാട്ടുകൾ. അതിലെടുത്തു പറയേണ്ടത് നിങ്ങളുടെ കരിയറിൽ തന്നെ വഴിത്തിരിവായിട്ടുള്ള പാട്ടാണ് കരിമിഴിക്കുരുവിയെ കണ്ടില്ല എന്ന് പറയുന്ന പാട്ട്. ഓർമ്മകളുണ്ടോ? അതിൻ്റെ റെക്കോർഡിംഗ് സെഷനാണോ കാണുന്നത്? അതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? എപ്പോഴായിരുന്നു? ഗിരീഷേട്ടനെ കാണുന്നത് അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ്. വിദ്യാജിയും ഗിരീഷേട്ടനും എൻ്റെ സുബൈർ, സുധീഷ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത്. ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു, അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സോങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാധാരണ പോലെ തന്നെ വിദ്യാജി വിളിച്ചപ്പോൾ നമ്മൾ പോകുന്നു, പാടുന്നു. അത് കോറസ് ആയാലും ട്രാക്കായാലും എന്തായാലും നമ്മൾ പാടുന്നു പോരുന്നു എന്നുള്ളതല്ലാണ്ട് അത് വേറൊന്നും ചോദിക്കാറുമില്ല. അപ്പോൾ ഇത് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദാലുവേട്ടൻ വന്ന് പറഞ്ഞു, ഇടാ ഇത് നിൻ്റെ ട്രാക്കൊന്നുമല്ല, ഇത് നിനക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാട്ട്, നന്നായിട്ട് പാടിക്കൂ എന്ന് പറഞ്ഞു. വിദ്യാജി എന്ന് പറഞ്ഞു, നിൻ്റെ നല്ലൊരു പാട്ടാണ്, നിൻ്റെ കരിയറിൽ ഏറ്റവും ബ്രേക്കാവാൻ ചാൻസ് ഉള്ളൊരു പാട്ടാണ്, നീ എത്ര പാട്ട് പാടിയാലും ഈ ഒരു പാട്ടിൻ്റെ പേരിലായിരിക്കും നീ അറിയപ്പെടുന്നതെന്ന് അന്ന് പുള്ളി ഇത്രയും പേര് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെ ടെൻഷനായി. കാരണം ഇത് എന്താ സംഭവിക്കാൻ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇത്രയും എക്സ്പെക്റ്റേഷൻ വയ്ക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പാടാൻ പറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച്. ഈശ്വരന്മാരൊക്കെ വിളിച്ച് പാടി അതങ്ങനെ ഏറ്റവും ഹിറ്റ്, ചേച്ചിയുടെ കൂടെ പാടാൻ പറ്റിയ ആദ്യത്തെ ഒരു ഹിറ്റ് സോങ് ഏറ്റവും ഹിറ്റായി അത് മാറി. അതിന് ഈ ഞാൻ ചേട്ടനോടൊന്ന് ചോദിക്കണം. ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ആമുഖത്തിൽ പറഞ്ഞൊരു വരിയുണ്ട്, ഈ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? ഇപ്പോൾ സുജാ ചേച്ചി ചോദിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട് പാട്ടും ഈണവും, വരികളും ഈണവും, ഇത് രണ്ടും. ഇപ്പം വർത്തമാന കാലത്തിൽ ഏറ്റവും പുതിയത് നമുക്ക് പലരും ഡു വാച്ച് മൈ സോങ് എന്ന് പറഞ്ഞ ലിങ്ക് അയച്ചു തരുന്നത്. പാട്ടിനോടൊപ്പം വാച്ച് എന്നുള്ള വാക്ക് ചേർത്തിട്ട് ആണ് വിഷ്വലോടുകൂടി ഇത് വരുന്നത്. അല്ലാതെ ഈ കേൾക്കുക എന്ന് പറയുന്ന സാധനം നമ്മുടെ സംസാരത്തിൽ നിന്ന് പോയിട്ട് വാച്ച് അയച്ചിരുന്ന സമയത്താണ്. അപ്പം നിങ്ങൾ ഈ കോമ്പിനേഷനിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ ചേട്ടൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, വരികൾക്ക് അടിവര ഇടുന്നതായിരിക്കണം സംഗീതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? അല്ല, പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പല രീതിയിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. നമ്മൾ ഒരു പാട്ടിൻ്റെ ലിറിക്സ് എന്ന് പറയുന്നത് ഒരു ചിന്തയെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഒരു സംഗീത ചിന്തയെ ജനിപ്പിക്കുന്നതാണ് അതിൻ്റെ ട്യൂൺ എന്ന് പറയാം. ഒരു പാട്ടെന്ന് പറയുന്നത് ചിന്തയും ചിന്താധാരകൾ രണ്ട് രീതിയിൽ അത് ഒന്നിച്ചു വരുന്നതാണ് പാട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ഗുരുക്കന്മാരുടെ നിന്ന് എനിക്ക് കിട്ടിയതുകൊണ്ട്, ദേവരാം മാസ്റ്ററുടെയും MBS സാറിൻ്റെയും ഒക്കെ. അപ്പോൾ അതാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. പണ്ട് വരി ആദ്യം എഴുതിയിട്ട് പിന്നെ ട്യൂണായിരുന്നു, പിന്നെയാണ് ട്യൂണും വരിയായിട്ട് മാറിയത്. അപ്പോൾ ആ ഓർഡറിൽ ആദ്യം ഉണ്ടായത് വരിയാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ പാട്ടുകൾ ഗിരീഷേട്ടനുമായിട്ട് പ്രത്യേകിച്ചും ഒരിക്കലും ഇത് ഏതാണ് ആദ്യം ഉണ്ടാവണമെന്ന് അറിയാത്ത പോലെയായിരുന്നു. അതൊരു വലിയൊരു സുഖമായിരുന്നു. സുഖം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കണ്ണു നട്ട് കാത്തിരുന്നിട്ടും ഇരുന്നും പറഞ്ഞും ഒപ്പമാണ്, മിണ്ടിയും പറഞ്ഞു, ഒപ്പം ഓടി എത്തുകയാണ്. ഒപ്പം രണ്ടുപേരും ഒപ്പമാണ്. അതാണ് അവിടെയാണ് കമൽ സാർ പറയുന്ന കാര്യം പ്രസക്തമാവുന്നത്. കോമ്പോസിഷൻ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാവരും കൂടെ ഉള്ള ഒരു ആഘോഷമാകുമ്പോഴത്തേക്കും ആ പാട്ടിന് പ്രത്യേകമായിട്ടുള്ള ഒരു തിളക്കം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഒരുപാട് ഗിരീഷേട്ടനുമായിട്ട് അനുഭവിക്കാൻ പറ്റി. ഇതിനിടയിൽ ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടാവും.
അതൊക്കെ അതിന്റെ സൈഡിൽ കൂടെ അതിന് ഈ പുട്ടിന്റെ മേമ്പൊടി എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും പാട്ട് ഗിരീഷ് എഴുതിയിട്ട് എനിക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ ആ ഈ ടൈമില് വഴക്കിട്ട് പോയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ കീറിക്കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഏ ഞാൻ കീറിക്കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓ വഴക്ക് കൂടും. ഇതൊക്കെ ഉണ്ടാവും എല്ലാം. പിന്നെ ഗിരീഷേട്ടന് ഭയങ്കര രസകരമായ വേറെ കാര്യങ്ങളുണ്ട്. ആ. അതായത് ലോയിസ് സാർ ഇങ്ങനെ ഇരിക്കുന്നു, ആ. ഇതിനിടയിൽ ഗിരീഷേട്ടൻ എന്നോട് ചോദിക്കുന്നു, എടാ ഒരു 101 രൂപ നിന്റെ കയ്യിലുണ്ടോ? അപ്പൊ ഞാൻ എൻ്റെ 100 രൂപയുണ്ട്, 1 രൂപ ഇല്ല. അപ്പൊ ഞാൻ 100 രൂപ കൊടുത്തു. ആ ശരി. ഉടനെ ഗിരീഷേട്ടൻ നേരെ ലോയിസ് സാറിന്റെ കാൽക്കൽ വീഴുന്നു. അങ്ങയുടെ അടുത്ത പടത്തിൽ എനിക്ക് അങ്ങയുടെ സംവിധാന സഹായിയാകണം, എനിക്ക് സിനിമ പഠിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സിനിമയ്ക്ക് വേണ്ടി രാജസേന ചേട്ടനുമായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് അപ്പോഴെന്നോട് ചോദിച്ചു 101 രൂപ ഉണ്ടോ? അതല്ല ആ ഒരു നിഷ്കളങ്കത കേട്ടാ. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഗിരീഷ് കുറെ പേനയും കൊണ്ട് കിടക്കും. എപ്പോഴും അറിയാലോ, കുറേ പേന ഉണ്ടാവും. അപ്പോൾ എന്നോട് ആദ്യത്തെ പടത്തിന് വന്നപ്പോൾ തന്നെ പറഞ്ഞാണ്, ഞാൻ ഓരോ സംവിധായകർക്കും വേണ്ടിയിട്ട് ഓരോ പേന കൊണ്ട് കിടക്കുന്നുണ്ട്. ഓ അതിനോരോ അർത്ഥങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തരം പാട്ടായിരിക്കും എന്നിൽ നിന്ന് ഉദ്ദേശിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ്. ഈ പേന കൊണ്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കവിത ഉണ്ടാവും. ഈ പേനോട് എഴുതി കഴിഞ്ഞാൽ ഒരു ഒച്ച ബളുണ്ടാവും. ഓരോ പേനകൾ ഇങ്ങനെ എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പേനകളൊക്കെ മാറ്റി വെച്ചു, എനിക്ക് ഈ കവിത ഉള്ള പേന മതി. ഇനി എന്റെ പടങ്ങളിൽ പാട്ട് എഴുതാൻ വരുമ്പോൾ ഈ കവിത ഉള്ള പേന മാത്രം കൊണ്ടുവരാൻ. അങ്ങനെയൊക്കെയുള്ള ചില തമാശകളുണ്ട്. ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ലിറിസിസ്റ്റിനെ പറയുമ്പോൾ ഈ പദധാരാളിത്തം. ഇയാൾക്ക് കുറെ പദങ്ങൾ അറിയാം എന്ന് പറയുന്നത് ഒന്ന്. മറ്റൊന്ന് പദം ഉണ്ടാക്കലാണ്. നമ്മൾ ഇപ്പം സമൂഹത്തിലോ സാഹിത്യത്തിലോ വർത്തമാനത്തിലോ ഒന്നും താരതമ്യേന ആരും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വാക്ക്, കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് പോലെ ഇണക്കി ചേർത്തിട്ട് പുതുതായിട്ട് ഉണ്ടാക്കുക എന്നല്ല. ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ഇതിലേക്ക്, അതായത് ഇപ്പം കരിമിഴിക്കുരുവി എന്ന് പറഞ്ഞൊരു കുരുവി കേരളത്തിലില്ലാട്ടോ. എനിക്ക് അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട്. കാരണം എന്റെ പേരിനേക്കാളും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഒരു വിഷയം വിളിക്കുന്നത് ഇത് കരിമിഴിക്കുരുവി അല്ലേ എന്ന് ചോദിക്കാം. കാര്യം ചേച്ചി ഞങ്ങളുടെ പാടിയതാണെങ്കിലും അങ്ങനെ ഒരു പേരും കൂടെ ഗിരീഷേട്ടൻ മുഖേന എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കരിമിഴിക്കുരുവി ഫെയിം. അങ്ങനെ പറയുമല്ലോ. അപ്പം ഈ ഒരുമിക്ക പക്ഷികളുടെയും കണ്ണ് കരുത്ത് തന്നെയാണ്. അങ്ങനെ കരിമിഴിക്കുരുവി എന്നൊരു കുരുവി ഉണ്ടെങ്കിലും ഉണ്ടാവും കേട്ടോ. ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിന്റെ അടുത്ത് ജനകീയമാക്കുകയാണ് ഈ ഇതുപോലൊരു വാക്കുകള്. പാട്ടുകളില് എനിക്ക് തോന്നുന്നു കുരുവി കിളികൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഒരുപാട് പ്രാവ്, പ്രാവ് ഏറ്റവും കൂടുതൽ. അതെ, പ്രാവ്, കിളി, ഒരു കിളി പാട്ട് മൂളവേ, മറുകിളി ഏറ്റ് പാടുമ്പോ എല്ലാ അതുപോലെ മഴ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് മഴയുണ്ട്. അപ്പൊ ഇതെല്ലാം കാലാന്തരം. ചന്ദനം കളവം കുറച്ച് ഉണ്ട്. കൃഷ്ണന്റെ കരിമിഴി കുരുവി ഫെയിം ആയിട്ട് നമുക്ക് ദേവാനന്ദ് സുജാ ചേച്ചിയും കൂടി ഇരിക്കുമ്പം, ജേട്ടൻ നടുക്കിരിക്കുമ്പോൾ, കമൽ സാർ ഇരിക്കുമ്പം കരിമിഴി കുരുവി ഒരു 4 വരി കേട്ടിട്ടാണ് ഇനി മുന്നിലേക്ക് പോകുന്നതിൽ അർത്ഥമുള്ളൂ. തീർച്ചയായിട്ടും അതില് ഈ ഞാൻ അതിന് പരിഭവം സോങ് എന്നാണ്. ഫുൾ എല്ലാം കംപ്ലൈന്റ് അല്ലേ. അത് തന്നില്ല, ഇത് തന്നില്ല, കണ്ടില്ല, മാമുണ്ണാൻ, ആ വാക്കൊക്കെ നോക്കും. മാമുണ്ണാൻ വന്നില്ല ഏതെങ്കിലും പാട്ട് നമ്മൾ അത്രയും സിമ്പിൾ ആണ്. പക്ഷെ അതാണ് നേരെ ഹാർട്ടിലേക്ക് അങ്ങോട്ട് കേറും. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് കൊഞ്ചി പാടാൻ പറഞ്ഞു. അപ്പൊ ആ പാട്ടിൽ തുടങ്ങിയ കൊഞ്ചലാണ് ഞാൻ. പിന്നെ അത് പല പാട്ടിലും റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ അതൊരു കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഒരു ശാപമായിട്ടും തീർന്നു. ആൾക്കാർ എന്തിനാ ഇങ്ങനെ കൊഞ്ചനെ ചോദിച്ചു. പക്ഷെ ആ പാട്ടിനത് ആവശ്യമായിരുന്നു. അപ്പോ പാടാം നമുക്ക്. തീർച്ചയായിട്ടും. കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കാവിൽ വന്നില്ല, പൂരം കണ്ടില്ല, മായക്കൈ കൊട്ടും മേളവും കെട്ടില്ല. കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. പെട്ടെന്ന് ഹുക്കിട്ട് വലിച്ച് നമ്മളൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു പാട്ടാണ്. ആ സിനിമയിലും ആ പാട്ട് തുടങ്ങുന്ന സ്ഥലം ഒരു ഗംഭീര സ്ഥലം. അവിടെ ചേച്ചിയുടെ ഒരു ഹമ്മിങ്ങും ഒക്കെ ആയിട്ട് വന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ കൊളുത്തിട്ട് പുറകോട്ട് പോയാൽ ഇത്രയും കൂടെ പുറകോട്ട് പോകുന്നൊരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ടുള്ളത്, ഇപ്പം ഈ ചാനൽ ഉൾപ്പെടെ നമ്മൾ ഇഷ്ടംപോലെ സാറ്റലൈറ്റ് ചാനലുകളുണ്ട്, ആൽബങ്ങളുണ്ട്. ഈ ആൽബത്തിന് കുറച്ച് നാളുകൾ മുമ്പ് ഒരു ലളിതഗാനം എന്ന് പേരുള്ള സമയം ലളിതഗാനം എന്ന് തന്നെ എഴുതി കാണിക്കുകയും ലളിതഗാനങ്ങൾ
പാട്ടുണ്ടായും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോമ്പിനേഷനിൽ ദൂരദർശനിൽ ഓ മലയാളികൾ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അതിൻ്റെ ഒരു ഗൃഹാതുരത വളരെ വലുതാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ കോമ്പിനേഷനും ആ പാട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ? അപ്പൊ ജയൻ അപ്പൊ തൊട്ട് അറിയാലേ? അറിയാം. ഓക്കെ. ഇപ്പൊ ഗിരീഷേട്ടൻ എനിക്ക് തപാലില് അയച്ചു തന്ന 5 പാട്ടുകളാണ്. പോസ്റ്റിൽ അയച്ചു തന്ന 5 പാട്ടുകളാണ്. അതിൽ ആദ്യത്തെ പാട്ട് ഇപ്പോഴും എനിക്ക് ഞാൻ പെട്ടെന്ന് കാണുന്ന കേളി മുരളികയിൽ അനുരാഗ നാളി മുരളിക. പിന്നെ പൂത്തിരുവാതിര തിങ്കൾ പുണ്യനിലാവുള്ള രാത്രി, അത് കർണികാര തീരങ്ങൾ കഥകളിയുടെ ആ പാട്ട്. പിന്നെ പകൽ വാഴുമാദിത്യൻ, ഈ പാട്ടുകളെല്ലാം. പിന്നെ വേണുചേട്ടൻ പാടിയൊരു പാട്ടുണ്ട്, വലം ചുരുൾമുടി മാടി ഒതുക്കി. ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ തപാലിൽ കിട്ടി അങ്ങനെ ഈണം ചെയ്ത പാട്ടുകളാണ്. അപ്പൊ അതൊക്കെ ഒരുപാട് പേടിച്ചാണ് ചെയ്തത്. കാരണം വരികൾ ആദ്യം വരുന്നത്, അത് എങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്യണം, അങ്ങനെ ഒരു തിട്ടമില്ലാത്തൊരു സമയത്താണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും ഇന്നും പല ആൾക്കാരും, പ്രത്യേകിച്ച് പൂത്തിരുവാതിര തിങ്കൾ ഒക്കെ ചിത്രചേച്ചിയായിട്ടുള്ള എൻ്റെ പാട്ടുകളിൽ എടുത്തു പറയുന്ന പാട്ടാണ്. അതൊക്കെ ഗിരീഷേട്ടൻ എഴുതി അയച്ച പാട്ടുകളാണ്. അത് എങ്ങനെ പോസ്റ്റിൽ വരുന്നത്? അപ്പൊ ലിറിക്ക് വരുവുള്ളൂ. ട്യൂണിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ഒന്നിച്ചിരിക്കുന്ന പരിപാടിയൊന്നും. ഗിരീഷേട്ടൻ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ 5 പാട്ട് എഴുതിയെന്നാണ് പറഞ്ഞത്. പിന്നീട് അല്ല, കമൽ സാർ നേരത്തെ പറഞ്ഞ ആ കൃഷ്ണ സങ്കല്പം ഇവിടെ വളരെയധികം പ്രസക്തമാണ്. ഈ ലളിതഗാനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കേളി മുരളികയിൽ വൃന്ദാവന മൃദു സാരംഗമായി വ്രീളാലോലയായി എന്നൊക്കെ പറഞ്ഞ് രാധയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ ഗിരീഷേട്ടന് പെട്ടെന്ന്, അതുപോലെ ഭക്തിഗാന ഒരു ആൽബം രാവിലെ ഒരു 10 മണിക്ക് ഗിരീഷേട്ടൻ്റെ വീട്ടിലിരിക്കുകയാണ്. വൈകുന്നേരം 8 മണിയാകുമ്പോഴത്തേക്കും 10 പാട്ടും കഴിഞ്ഞു. ആ രീതിയിലാണ്. അത് എൻ്റെ ഒരു എന്തെങ്കിലും അതല്ല, ഗിരീഷേട്ടൻ്റെയാണ്. ഗിരീഷേട്ടൻ പെട്ടെന്ന് എഴുതുന്നുള്ളതാണ്. വളരെ നിമിഷ നേരം കൊണ്ട് ഇതൊക്കെ എഴുതി കഴിയുന്നുണ്ട്. ഭക്തിഗാനത്തിന് അങ്ങനെ റെഫറൻസുകളുടെ ഒന്നും ആവശ്യകതകളൊന്നും ഇല്ല. അത് ഗിരീഷേട്ടന് നോട്ട്സ് ഉണ്ട്. അതാണ് ഗിരീഷേട്ടൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതൊന്നും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്കും നോട്ട്സ് ഉണ്ട് ഇഷ്ടം പോലെ. ഓരോ മ്യൂസിക് കമ്പോസേഴ്സ് എങ്ങനെയാണ് അവർ ഓരോ ഗാനങ്ങൾ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ എന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഗിരീഷേട്ടനെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഗിരീഷേട്ടൻ ആ കാലത്തെ സാഹിത്യം അത് എവിടെ നിൽക്കുന്നു, അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ചിലപ്പോൾ ഒരു നോവലിൻ്റെ ഒരു വരിയായിരിക്കും, അത് ഒക്കെ നോട്ടായിട്ട് എഴുതി വെച്ചിട്ട് അതൊക്കെ പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല രീതിയിൽ. അപ്പോൾ ആപ്ലിക്കേഷനാണ് അത്. ഗിരീഷേട്ടൻ അത് ഒരു ആപ്ലിക്കേഷൻ മെത്തേഡാണ്. അത് വലിയൊരു കാര്യമാണ്. ഇതിന്റെ വിഷ്വലുകളെ കുറിച്ച് അദ്ദേഹം എപ്പോഴെങ്കിലും ചിന്തിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടുണ്ട് ഒരു സംവിധായകനോട്? ചില പാട്ടുകൾ ചോദിക്കാറുണ്ട്, ഇതെന്താ ഇതിന്റെ വിഷ്വൽ ചെയ്യാൻ പോകുന്നത് ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ കഥ പറയുമ്പോൾ തന്നെ സോങ് സിറ്റുവേഷൻ പറയുമല്ലോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മനസ്സിലുള്ള ഡയറക്ടർ മനസ്സിലുള്ള വിഷ്വൽസ് നമ്മൾ അപ്പോൾ തന്നെ പറയാറുണ്ട്. അത് പിന്നീട് സംശയങ്ങളുണ്ടെങ്കിൽ ഗിരീഷ് വന്ന് കമൽ സാർ പറയുമ്പോൾ മിക്കവാറും സിനിമ കണ്ട പോലെ തന്നെ ഉണ്ടോ അതേപോലെ പറയും. അല്ല, ഡീറ്റെയിൽ ആയിട്ട് വിഷ്വൽസ് പറയാറുണ്ട്. അല്ല, ഇപ്പം ഈ പുഴയും കടന്നില് ഈ പാതിര പുള്ളുണർന്നു എന്നുള്ള പാട്ട് ആ പടത്തിന്റെ ക്ലൈമാക്സിൽ വന്ന് മുട്ടുന്ന പാട്ടാണ്. അത് ആദ്യം അവരുടെ പ്രണയമായിട്ട് കാണിക്കുന്നു എങ്കിലും ആ സിനിമ തീരുമ്പം ഒരു പാടത്തേക്ക് പോയും അവിടുന്ന് ഒരു പാട്ടാ കേൾക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രസക്തി ആ സമയത്ത് പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടി ഉണ്ട്. നമ്മൾ കാത്തിരിക്കുന്നു, അപ്പോൾ ഈ പാട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറൊരു പാട്ട് യാത്രയായി സൂര്യാങ്കരം, അത് നിറത്തിലെ അതിന്റെ ലിറിക്സ്, അയ്യോ. ഗിരീഷേട്ടൻ വരികൾ എഴുതിയതിന് ശേഷം ആ വരികൾ കണ്ടിട്ട് വിഷ്വൽ തോന്നുന്നത് അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ കാക്കക്കറമ്പൻ എന്നുള്ള പാട്ട് അങ്ങനെയായിരുന്നു. ഞാനത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു. അത് ലിറിക്ക് വന്നതിന് ശേഷമാണ്. ലിറിക്ക് വന്നതിന് ശേഷം ചില പാട്ടുകളുടെ ആദ്യത്തെ വരികൾ സിനിമക്ക് പേര് വരെ ഇട്ടിട്ടുണ്ട്. എത്രയോ സിനിമയുടെ പേരായിട്ട് പിന്നീട് അത് മാറുന്നുണ്ട്. ഗിരീഷേട്ടന്റെ ഓർമ്മകളെ കുറിച്ച് ഇപ്പം സജീവ രാഷ്ട്രീയത്തിലുമുള്ള വളരെ പ്രിയപ്പെട്ട ഗായിക ദലീമ. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വളരെയധികം കടപ്പാടും ഉള്ളതാണ്. ഒരു സംഗീത ലോകത്ത് ഞാൻ മദ്രാസിൽ ഗിരീഷ് സാറിനെ കാണുന്നത് തന്നെ പിന്നെ ഒരു പക്ഷേ നീ വരുവോളത്തിൽ പാട്ട് പാടാൻ അവിടെ മദ്രാസിൽ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വരികളായിരുന്നു നീ വരുവോളം. ജോൺസൺ മാസ്റ്റർ മ്യൂസിക് ചെയ്തിട്ട് ഈ തെന്നലും തിങ്കളും എന്നുള്ള പാട്ട്. അതിന് ഗിരീഷ് പുത്തഞ്ചേരി സാർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ മദ്രാസ് വരെ വരണം, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം,
അപ്പോൾ അടുത്തൊരു സിനിമയിൽ നിനക്കൊരു പാട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. ഞാനപ്പോൾ ഞങ്ങൾ മദ്രാസിൽ ചെന്നു. എന്നെ കൊണ്ടുപോയി കമൽ സാറിനെ പരിചയപ്പെടുത്തി, വിദ്യാസാഗർ സാറിനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് എനിക്ക് കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന സിനിമയിൽ മറ്റേ മഞ്ഞുമാസ പക്ഷി എന്നുള്ള പാട്ട് എനിക്ക് കിട്ടുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി സാറാണ് അതിൻ്റെ ശരിക്കും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. സാറിൻ്റെ പാട്ടിൽ എനിക്ക് ഞാൻ പാടിയ പാട്ടുകളൊക്കെ എനിക്ക് വലിയ ജീവനാണ്. മഞ്ഞുമാസ പക്ഷിയും ഈ തന്നലും ഒക്കെ എനിക്ക് വലിയ ജീവൻ തന്നെയാണ്. പക്ഷെ എനിക്ക് ശോകഗാനങ്ങളോട് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ എപ്പോഴും മുളി നടക്കുന്നൊരു പാട്ടുണ്ട്, അത് ഞാൻ ഒരു 2 വരി പാടാം. മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർത്തുള്ളിപോൽ വെറുതെ പെയ്തു നിറയും രാത്രി മഴയായി ഓർമ്മകൾ. മനസ്സിൻ മണി ചിമിഴിൽ അതിൻ്റെ വരികൾ മാഞ്ഞു പോകും ഈ രാവും, നിറസന്ധ്യ നേർക്കും ഈ രാവും, എന്തെല്ലാം അതിൻ്റെ വരികളൊക്കെ കേട്ട് ഇത്ര മനോഹരമാണ് എനിക്ക്. അത് തന്നെയല്ല എത്രയോ പാട്ടുകൾ, ഓരോ പാട്ടും അതിമനോഹരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ജനകീയമായ ആദ്യത്തെ പാട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞാല് ശാന്തമീ രാത്രിയിൽ എന്ന് പറയുന്ന പാട്ടാണ്. ജോണി വാക്കർ എന്ന് പറയുന്ന ജയരാജ് സാറിന്റെ സിനിമയിലെ ശാന്തമീ രാത്രിയിൽ എന്ന് പറയുന്ന പാട്ടാണ് ആദ്യം ഏറ്റവും ഹിറ്റായിട്ട് വരുന്നൊരു പാട്ട്. അതിന്റെ വരികളുമൊക്കെ ഒരു ഫസ്റ്റ് പാട്ടാണെങ്കിൽ ഇപ്പൊ എടുക്കുമ്പോഴും ആ പാട്ടും ഇപ്പോഴും വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. SP വെങ്കടേഷ് സാറുമായിട്ടുള്ള കോമ്പിനേഷനിൽ ഒരുപാട് ഇതുപോലത്തുള്ള വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ടായിട്ടുണ്ട്. അതില് SP വെങ്കടേഷ് സാറിനെ നമുക്ക് ലിറിക്കിൽ പോലും കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. സുജാ ചേച്ചി പാട്ടിൽ ഇപ്പം മിന്നാരം ഒരു വല്ലം പൊന്നും പോകും എന്നുള്ള, എനിക്ക് അതിൽ കുക്കുക്കേ ഉള്ളൂ. എനിക്ക് കുക്കുക്കേ ഉള്ളൂ. സുജാ ചേച്ചിക്ക് അങ്ങനെ കുറെ അത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കുക്കു ഒരുപാട് പാട്ടുകാരെ നോക്കിയിട്ട് കിട്ടാതെ അല്ല കേട്ടോ, പാട്ടും പാടി കളിയാടാൻ വന്നു ഡാൻസ് കളിക്കുന്നുണ്ട്. 1 കോടി പൊന്നും പോകും കണി കാണാൻ വേണ്ടല്ലോ പറഞ്ഞിട്ട് ഒരു വിപ്ലവം ഉണ്ട് ലാസ്റ്റ് 4 വരി. അത് വെച്ചിട്ടാ പഠിക്കുന്നത്. എനിക്ക് ഒരു കുക്കു പണി കിട്ടിയിട്ടുണ്ട്. ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നൊരു മൂവി ഉണ്ടായിരുന്നു സാറിന്റെ മൂവിയിൽ. ആദ്യത്തെ കുറുകും കുയില് എന്ത് ചെയ്താൽ എനിക്ക് വരില്ല. അങ്ങനെ പാട്ട് ശരിയാ. അപ്പൊ അതിങ്ങനെ പ്രാക്ടീസ് പോലെ നീ പാടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം പാടിയിട്ട് അതിനകത്ത് നല്ല ടേക്ക് നോക്കി എടുത്തു വെച്ചു. എനിക്ക് അങ്ങനെ അത് ആദ്യം ഒരു കുറെ, ബാക്കിയുള്ളതെല്ലാം നോർമലാണ്. പക്ഷെ അത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കാക്കാട്ടിലെ കൂക്കൂട്ടിലെ പാപ്പാത്തിയെ വാ പൂപ്പാട്ടിലെ അങ്ങനെ പറക്കം തെളിക എന്ന് പറയുന്ന ഔസേപ്പച്ചൻ സാറിന്റെ. പിന്നെ ഇത് SP വെങ്കടേഷ് സാറിന്റെ ഈ പേര് പറയുമ്പോൾ നമ്മള് അക്കരെ നിൽക്കണ ചക്കരമാവിൽ മുത്തണി മണിയിലൊക്കെ ഇങ്ങനെ കെട്ടിയ ചെറിയ മണികൾ എന്നും പറഞ്ഞിട്ട് ഒരു അത് ഭയങ്കര പാട്ടാ. അത് അവിടെ പാടി എത്തിക്കുക എന്ന് പറയുന്നത്. ഈവൻ CID മ്യൂസിലെ സോങ് ആണല്ലോ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട പാട്ടാണ്. കാടിറങ്ങി. അതെ കാടിറങ്ങിയോടി വരും ഒരു മൂടനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി വാ. അത് കഴിഞ്ഞ് വന്ന അവസാനമാകുമ്പോഴത്തേക്ക് പിന്നെ ഒട്ടുമില്ല പാടാൻ, അത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ശ്വാസമില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് സങ്കടമായിട്ടുള്ളൊരു പാട്ടായിരുന്നു ഒരു തരം. കാരണം തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ ആരും എൻ്റെ പാട്ട് കേൾക്കണില്ല, എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. കാരണം ആ സിറ്റുവേഷൻ അങ്ങനത്തെ. കൊച്ചിനെ അനീഫൊക്കെയും അല്ലെങ്കിൽ അശോകേട്ടനും എല്ലാവരും കൂടെ ഒരു ഭയങ്കര കോമഡി സീക്വൻസ് ആണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് ആ കാർത്തികൊക്കെ പറയായിരുന്നു ആ സംഗതിയൊക്കെ നീ എപ്പടി പാടിടാന്നുള്ളത് ചോദിച്ചു. ഭയങ്കര ഡിഫിക്കൽട്ട് സോങ്. അത് പല്ലവി മാത്രമേ ഉള്ളൂ, പക്ഷെ അനുപല്ലവിയും ചരണം നോർമൽ ഇതാണ്. നിങ്ങളുടെ വേറെ പാട്ടുകളും പാടിയിട്ടില്ലേ? തൊട്ടുരുമിയിരിക്കാൻ പാടിയിട്ടുണ്ട്. ആലിസ് ഇൻ വണ്ടർലാൻഡ് ഇതൊക്കെയാണ് മെയിൻ പാടി. പൗരൻ എന്നൊരു മൂവി രഘുവേട്ടന്റെ പാടിയിരുന്നു. പിന്നെ ശ്രീറാം മ്യൂസിക് ചെയ്തിട്ട് മേൽവിലാസം ശരിയാണെന്ന് പറഞ്ഞിട്ട് ആഴംപൂവി എന്നൊരു പാട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ നക്ഷത്രം എന്നൊരു സോങ് ആദ്യം, അതാണ് ഫസ്റ്റ് ഞാൻ ഈ 2ാം ഭാവം എന്നുള്ള മൂവിക്ക് വേണ്ടിട്ട്. നല്ല പാട്ട്. അമ്മ നക്ഷത്രമേ അമ്മ നക്ഷത്രമേ അമ്മ നക്ഷത്രമേ
നിന്നെ വെടിഞ്ഞേതു കടലിലേക്കാണു ഞാൻ യാത്ര പോവേണ്ടു. അമ്മ നക്ഷത്രമേ, അമ്മ നക്ഷത്രമേ, സ്വയമുരുകി നീറുന്ന സൂര്യനായി നാളെയും, സ്വയമുരുകി നീറുന്ന സൂര്യനായി നാളെയും, ഭൂമി തന്നേറുകയിൽ നിന്നു പൊള്ളാൻ കണ്ണുനീർ മേഘം കുടിച്ചുവറ്റാൻ അമ്മ നക്ഷത്രമേ, അമ്മ നക്ഷത്രമേ. ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യനായ എഴുത്തുകാരനെ കുറിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ മധു ബാലകൃഷ്ണൻ. ഗൃഹാതുരത്വം ഉണർത്തുന്ന അനേകം ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് നേരത്തെ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ ഗിരീഷ് പുത്തഞ്ചേരി, എനിക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗാനങ്ങൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പാട്ടുകളും അദ്ദേഹം സംഗീതം ചെയ്തിട്ടുള്ള പാട്ടുകളും പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രാവേറിയായി പൂവേ എന്ന ഗാനം അദ്ദേഹം എഴുതിയ പാട്ടാണ്. അദ്ദേഹം നല്ലൊരു ഗായകൻ കൂടിയായതിനാൽ അദ്ദേഹത്തിന് കറക്റ്റ് മീറ്ററിൽ, കറക്റ്റ് അളവിൽ പാട്ടെഴുതാനുള്ള ഒരു പ്രത്യേക കഴിവ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു പാട്ട് എഴുതി തീർക്കാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ പെട്ടെന്ന് എഴുതുകയാണെങ്കിൽ തന്നെ അത് വളരെ ഏറെ അർത്ഥവത്തായതും ആഴമേറിയ വരികളായിരുന്നു അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നമുക്ക് തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെയുള്ള വിയോഗം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം. സുജാത ചേച്ചിയുടെ ഹിറ്റുകൾ നമ്മൾ ഒന്നുകൂടെ ഓർത്ത് പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു നാണം, എന്റെ മനസ്സിലൊരു എൻ്റെ മനസ്സിലൊരു നാണം എന്ന് പറയുന്ന പാട്ട് വളരെ രസമുള്ള പാട്ടാണ്. അത് മനഃപൂർവ്വം അങ്ങനെ ഒരു ഹിന്ദി പാട്ട് പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രിയേട്ടൻ ചെയ്യിപ്പിച്ച പാട്ടാണ് അത്. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി എന്ന് പറയുന്ന ഒരു ഡ്യുവറ്റ് സോങ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മേഘം എന്ന് പറയുന്ന പടത്തിനകത്ത് മഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ അങ്ങനെ ഒരു ഗാനമുണ്ട്. മണിപുറ്റത്താവണിപ്പന്തൽ ഡ്രീംസ് എന്ന് പറയുന്ന പാട്ട്. എന്റെ എല്ലാം അല്ലേ നിങ്ങളുടെ മീശമാധവല്ലേ നമ്മൾ വീണ്ടും എത്തുമ്പം ഉള്ള പാട്ടുകള്. നന്ദനത്തിലെ ചെമ്പരുന്തല്ലേ അല്ലേ, കാലിലിപ്പ് കാണാം പാദസര്, എന്ത് ക്യൂട്ടാ. പിന്നെ സുജാ ചേച്ചിയുടെ വീണ്ടും പറയുമ്പോ എനിക്ക് എന്റെ വീട് അപ്പൂന്റെ എന്ന് പറയുന്ന വാവാവോ ആവേ വന്നു സമ്മാനം, ചിലമ്പൊലിക്കാറ്റ് ചീറ്റി അടിച്ചാറ്റ്, ആലിലെ കാവിലെ എത്രയോ പാട്ടുകളാണ് ഇവര് ഓരോ കോമന്റ്. നമ്മളിപ്പോ ഈ ജയന്റെ ദൂരദർശൻ കാലം തൊട്ട് പറഞ്ഞാല് എത്രയോ പാട്ടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും നമ്മളിങ്ങനെ വർത്തമാനത്തിനിടയിൽ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു അവാർഡ് നൈറ്റിൽ വെച്ചിട്ട് ഗിരീഷ് പുത്തഞ്ചേരി സാർ വന്നിട്ട് പറഞ്ഞു എന്റെ ആ പാട്ട് നീ നന്നായിട്ട് പാടി എന്ന് പറഞ്ഞു. ആ പാട്ട് സിനിമയിലില്ല. ആ പാട്ട് ഇറങ്ങിയിട്ടുണ്ടോ? പാട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ സിനിമയിൽ വിഷ്വലായിട്ട് വന്നിട്ടില്ല. സിനിമയിൽ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, പാതിയോളം ഉണ്ടെന്ന് തോന്നുന്നു. ചേച്ചി ആ പാട്ട് നമുക്ക് ഒന്ന് പാടിത്തരാം. പ്രിയനേ ഉറങ്ങിയില്ലേ, വെറുതെ പിണങ്ങിയല്ലേ, പുലരെ കരഞ്ഞുവല്ലേ, ഹൃദയം മുറിഞ്ഞുവല്ലേ, പ്രിയനേ ഉറങ്ങിയില്ലേ, വെറുതെ ഈ പാട്ടിന് ഒരു ഉപയോഗം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതിന് നമ്മൾ കലയെന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ചില ആളുകളുടെ സ്നേഹമോ അല്ലെങ്കിൽ അവരോടുള്ള അവരുടെ ഒരു വിയോഗമോ ഒക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വാക്ക് വെച്ച് എക്സ്പ്രസ് ചെയ്താൽ ഒരു മതിയാവായ്മ വരും. കറക്റ്റ് അളവിൽ കിട്ടില്ല. നമ്മളിത് പറഞ്ഞാൽ അത് ആവില്ല. അത് ചിലപ്പോൾ ഒരു പാട്ട് അല്ലെങ്കിൽ അതിനകത്ത് രണ്ട് വരികൾ നമുക്ക് കൃത്യമായിട്ട് ഇത് ഞാൻ എന്തുമാത്രം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ അറിയത്തില്ല. ഈ പാട്ടിൽ അതിനകത്ത് ഏതാണ്ട് അതിൻ്റെ അളവ് കറക്റ്റാന്ന് തോന്നിയാൽ അതെടുത്ത് ഉപയോഗിക്കുക. അത് മ്യൂസിക്കായിട്ടും പാടിയും അയച്ചു കൊടുത്തും അതൊരു ഫോട്ടോ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയുടെ മുകളിലോ ഒരാളൊരു പാട്ടെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്
ശരിക്കും ഒരു പോരായ്മ ഫില്ല് ചെയ്യാൻ പറ്റുന്ന വാക്കുകളും കാര്യങ്ങളും ഒക്കെ ഒരു പാട്ടിനും അതിന്റെ ഈണത്തിനും പലപ്പോഴും പിന്തുണയ്ക്കാൻ പറ്റുന്നുണ്ട്. കാത്തിരിപ്പു കൺമണി അങ്ങനെ ഒരു പാട്ടല്ലേ കമൽസന്റെ? അതെ, അത് ശരിക്കും ലോങ്ങിങ് അല്ലേ? ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് കാത്തിരിപ്പ് കൺമണി എന്നുള്ളത്. കൃഷ്ണകുടിയിലെ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന് പറയുന്ന സിനിമയില് അല്ല, അതിന്റെ ടൈറ്റിൽ പോലും ഒരു വളരെ പോയറ്റിക് ആണ്. കാത്തിരിപ്പൂ കൺമണി, കാത്തിരിപ്പൂ കൺമണി, ഉറങ്ങാത്ത മനമോടെ നിറമാർന്ന നിനവോടെ മോഹാർദ്രമീ മൺതോണിയിൽ കാത്തിരിപ്പൂ കൺമണി, കാത്തിരിപ്പൂ കൺമണി. രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കാത്തിരിപ്പു മൂകമായി. മൂകമായി. ശരിക്കും ആ മൂകമായി എന്ന് വരുമ്പോഴത്തേക്കും ശരിക്കും ഫീമെയിൽ ഫീമെയിൽ പാടുമ്പോ നമ്മളിങ്ങനെ എവിടെയോ ഇങ്ങനെ ഇങ്ങനെ ഉയർന്നു പോകുന്നതിലുള്ള അതും ഈ പാട്ട് നേരത്തെ ഇറങ്ങുമല്ലോ, അന്ന് ഈ സിനിമയിലെ കാസറ്റ് ഇപ്പോഴും ആണ്, എന്നാൽ അന്ന് ഇപ്പൊ വിഷ്വലോട് കൂടി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അന്ന് കാസറ്റ് നമുക്ക് വിഷ്വൽ ഒരു റിലീസ് പടത്തിലെ പാട്ടിന്റെ വിഷ്വൽ കാണാനുള്ള യാതൊരുവിധ സംവിധാനം ഇല്ലാതിരിക്കുകയും നമ്മൾ ഈ പാട്ട് കേട്ട് പാട്ടിനോട് വലിയ ഇഷ്ടം കിട്ടിയതിന് ശേഷം സിനിമ കണ്ടിട്ട് ഇത് സിനിമയിൽ ഈ സിറ്റുവേഷനകത്തൊക്കെ വന്ന് കയറുമ്പം തിയേറ്ററിനകത്തിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. അതിന്റെ ഒരു സിനിമയിലായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് സിനിമയുടെ അത്തരത്തിലുള്ളത്. ഗിരീഷ് ചേട്ടൻ്റെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് എനിക്ക് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സിനിമയിൽ വരാത്തൊരു പാട്ട് മറവത്തൂർ കനവ് എന്നുള്ളതിൻ്റെ മ്യൂസിക് വിദ്യാസാഗർ സാറാണ്. പക്ഷേ രവീന്ദ്ര മാസ്റ്റർ 2 പാട്ട് എക്സ്ട്രാ അതിൻ്റെ ഫില്ലറായിട്ട് ചെയ്തിരുന്നു. മറവത്തൂർ കനവല്ലോ? അതെ, അതിൽ തിങ്കൾക്കുറി തൊട്ടെന്ന് പറഞ്ഞിട്ട് ഞാനും ചിത്രചേച്ചിയും കൂടെ എൻ്റെ ഫസ്റ്റ് ഡ്യുവറ്റാണ്. തിങ്കൾക്കുറി തൊട്ടും നറു തുമ്പക്കുടമിട്ടും മനസ്സിൽ വരവായി മധുമാസം, വെള്ളിക്കൊലുസിട്ടും കുനുകൂന്തൽ ചുരുൾ തൊട്ടും കനവിൽ വരവായി നിൻ രൂപം. അങ്ങനെ ഒരു പാട്ടാണ് അത് വരുന്നത്. അത് ഭയങ്കര ഗിരീഷേട്ടന് ഇഷ്ടമായി. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പ്രാവശ്യം, എടാ എനിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു കാസറ്റ്, അന്ന് കാസറ്റ് ആണല്ലോ, കാസറ്റിൻ്റെ ഒരു സൈഡിൽ 4 പാട്ടല്ലേ വരുന്നത്. അപ്പോൾ ആ 4 പ്രാവശ്യം അത് കോപ്പി ചെയ്തിട്ട് ഞാനത് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. രവീന്ദ്ര മാസ്റ്ററുടെ മ്യൂസിക്കിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്ന പാട്ടാണ്. അത് സിനിമയിലുണ്ടായിരുന്നില്ല. പക്ഷേ പലരും ലാലുവേട്ടനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയൊരു നല്ലൊരു പാട്ടുണ്ടായിട്ട് നിങ്ങൾ എന്താ അത് വിഷ്വൽ ചെയ്യാതെ? കാരണം അതിൻ്റെ അകത്ത് കൂടുതലും ഫാസ്റ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള സോങ് ആയിരുന്നു മറവത്തൂർ കനവ്. ഈ വേറെ ഒരു പുത്തഞ്ചേരി സാർ എഴുതിയൊരു പാട്ടും കൂടെ നിങ്ങൾ ഇപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് ഡിജിറ്റൽ സ്പേസ്. അതെ, അത് രഘുനാഥ് പരീർ സാർ ഡയറക്ട് ചെയ്ത് കണ്ണീരിനു മധുരം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണത്. ഗിരീഷേട്ടൻ നേരത്തെ എഴുതിയതാണ്, പക്ഷെ അത് മൂവി പുറത്തിറങ്ങിയിട്ടില്ല, ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്കും മ്യൂസിക് ഡയറക്ടർ ശരത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ മദ്രാസിൽ ചെല്ലുന്ന സമയത്തുള്ള ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ്. ഏറ്റവും എൻ്റെ ഒരു ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും ഒരുമിച്ചിട്ടുള്ള അത് ഇതുവരെ ഒരു സിനിമ ഒരെണ്ണം ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വിഷമം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായിട്ടൊരു പാട്ട് അത് ആരും കേൾക്കാതെ പോകുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഇടയ്ക്ക് അതിൻ്റെ വിഷ്വലും ഞങ്ങൾ സ്റ്റുഡിയോ വിഷ്വൽസും കൂടെ, അതായത് ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതി ശരത് ചേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു പാട്ട് ഒരു പടത്തിന് വേണ്ടി ചെയ്തത്. ആ പടം ഇറങ്ങിയില്ല, അത് കുറെ നാളായി. അതെ, ആ പാട്ട് മാത്രം നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ജനങ്ങളെ കേൾപ്പിക്കാൻ ഇറക്കുകയാണ് അല്ലേ? എനിക്കിത് ഞാനും ഗായത്രിയും കൂടെ ഡ്യുവറ്റ് ആണിത്. പക്ഷെ ഇതിൽ സോളോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത്. ആ പാട്ട് ഇവിടെ ആദ്യം കേൾക്കാൻ നമുക്ക് തീർച്ചയായും രസമാട്ടോ, വലിയ സന്തോഷമല്ലേ അത്? ഇറ്റിറ്റു വീഴും നിലാവിലെ മുല്ല പോൽ മുറ്റത്തു ഞാൻ നിന്നെ കാത്തു നിന്നു, കാറ്റിൻ്റെ കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ കവിതയും നിൻ ചുണ്ടിൽ പതുങ്ങി വന്നു, എൻ്റെ കരളിൻ്റെ ജാലകം തുറന്നു തന്നു. ഇറ്റിറ്റു വീഴും നിലാവിലെ മുല്ല പോൽ മുറ്റത്തു ഞാൻ നിന്നെ കാത്തു നിന്നു. ആഹാ, ഗിരീഷേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളിൽ ജയേട്ടൻ്റെ ഒരു മനോഹരമായ പാട്ടുപാടി വളരെ ജനകീയനായിട്ടുള്ള ഗായകൻ പ്രിയപ്പെട്ട പ്രദീപ് പള്ളുരുത്തി. എൻ്റെ രണ്ടാമത്തെ സിനിമ രാജമാണിക്യം എന്ന സിനിമ പാടുന്ന സമയത്ത് അതിൻ്റെ കമ്പോസിങ് ടൈമിൽ തന്നെ എനിക്ക് ഗിരീഷ് ചേട്ടനുമായിട്ട് ഒരുമിച്ച് ഇരിക്കാനും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശീലങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ ആ പാട്ട് വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു, പാണ്ടിമേളം എന്നുള്ള പാട്ട്.
അതുപോലെ തന്നെ അതിനുശേഷം 2009 ഈ പട്ടണത്തിൽ ഭൂതം എന്ന ഒരു സിനിമയിൽ അടിപൊളി ഇടിമഴ പടവിളി നടുവിൽ എന്നുള്ള പാട്ട്, വളരെ ചടുലമായ വാക്കുകൾ നിരത്തിയിട്ടുള്ള എഴുത്ത്. ആ പാട്ട് എഴുതുമ്പോഴും ശരിക്കും ഗിരീഷ് ചേട്ടനും ഞാനും ഒരുമിച്ചിരുന്ന് ആലുവ പാലസിലിരുന്നിട്ടാണ് ആ പാട്ട് എഴുതുന്നത്. ജോണി ആൻ്റണിയുടെ സംവിധാനത്തിലുള്ള സിനിമയായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ പാട്ടെഴുത്തുകാരൻ ഒരു പാട്ടെഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, നല്ല ഒരു മ്യൂസീഷ്യനാണ്. ശരിക്കും പാട്ടുകളെക്കുറിച്ച്, ആ പാട്ടുകളുടെ രാഗങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളായിരുന്നു ഗിരീഷ് ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഓർമ്മകൾ എനിക്ക് വളരെ ദീപ്തമായ ഒന്നാണ്. അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹാഞ്ജലികൾ. ഒരു കലാകാരനെ അയാളുടെ കലാസൃഷ്ടികളിലൂടെ ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന എല്ലാ പ്രേക്ഷക സമൂഹവും കാണുന്നു, ഇഷ്ടപ്പെടുന്നു. പക്ഷെ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട പല കലാസൃഷ്ടികളും അതിൻ്റെ അണിയറ കഥകൾ, അതെങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ആ കലാകാരനിലെ വ്യക്തി എങ്ങനെയായിരുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരത്തിൽ നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അവരുടെ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സാധിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യനായ എഴുത്തുകാരനെ കുറിച്ച് കമൽ സാർ പറഞ്ഞു, പല പേനകൾ അദ്ദേഹത്തിന് എഴുതാൻ വേണ്ടി ഉണ്ടായിരുന്നു. അത് ശോകഗാനത്തിനൊന്ന്, ഭക്തിഗാനത്തിനൊന്ന്, അടിപൊളി പാട്ടിനൊന്ന് എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിച്ചിരുന്നു. എന്ന് പറഞ്ഞതുപോലെ വളരെ വെഴ്സറ്റൈലായിട്ടുള്ള പലതരത്തിലുള്ള സംഗീത സംവിധായകരോടൊപ്പം, പലതരത്തിലുള്ള ഗായകരോടൊപ്പം ഒരുപാട് തരത്തിലുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച മഹാനായ ഒരു എഴുത്തുകാരൻ തന്നെയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നത്. ഇവിടെ വന്ന ഓരോരുത്തരും അദ്ദേഹത്തെ ഓർത്ത് ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നും ഒരു വലിയ നഷ്ടമാണ് എന്ന് പറയുന്നു. എല്ലാ ആളുകൾക്കും കിട്ടുന്നത് ഈ 50-56 അക്ഷരങ്ങൾ തന്നെയാണ്. അതിൽ കൂടുതൽ ഒരു മലയാളിക്ക്, ഒരു ഭാഷക്കാരനും അവനവൻ്റെ ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ടോ അത് തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ അതിനെ എങ്ങനെയെല്ലാം ക്രമപ്പെടുത്താം, എങ്ങനെയെല്ലാം ചിട്ടപ്പെടുത്താം, അതിലൂടെ എങ്ങനെ എത്ര ആയിരം പാട്ടുകൾ മനോഹരങ്ങളായി ഉണ്ടാക്കാം എന്നുള്ളതിനൊരു വലിയ അത്ഭുതം തന്നെ ആയിട്ടുള്ള ഒരാളാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും എന്ന് പറയുന്ന പരമ്പരയിലേക്ക് വന്ന വളരെ പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ സംഗീത സംവിധായകൻ, വളരെ ബഹുമാനപ്പെട്ട കമൽ സാർ, പ്രിയപ്പെട്ട സുജാത ചേച്ചി, സുഹൃത്ത് സഹപ്രവർത്തകൻ ദേവാനന്ദൻ, മികച്ച ഗായകൻ, എല്ലാവരോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ പറയുന്നു. നമുക്കിനി ആൽബം സൈൻ ചെയ്യാം. മനോഹരമായ ഒരു പാട്ട് പാടിയും കേട്ടും തീരുന്നത് പോലെ, ഞാനിപ്പം എപ്പിസോഡിൽ എവിടെയോ പറഞ്ഞു, ഒരു പാട്ടിന് സിനിമയ്ക്ക് പുറത്തൊരു ജീവിതമുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ഒരു കലാകാരന്, അവർക്ക് ജീവിതത്തിന് ശേഷവും നമ്മളോടൊപ്പം ആയിരിക്കാനുള്ള സിദ്ധിയുണ്ട്. അതവരുടെ സർഗാത്മകതയാണ്. അതിൽ ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച വളരെ പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഈ ലക്കം ഇവിടെ താൽക്കാലികമായി പൂർണ്ണമാകുന്നു. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ